മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി. എൻ്റെ പേര് ജെറീന. ഞാൻ വരുന്നത് ചെല്ലാനം. ഞാൻ നേഴ്സാണ്. എൻ്റെ അമ്മ ഒരുപാട് നാളായിട്ട്, ഒരുപാട് വർഷങ്ങളായി കൃപാസനത്തിൽ വരികയും എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കണ്ട് ഞാനിവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉടമ്പടി എടുക്കണം. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ഈശോയായിട്ട് ഞാനൊരു നല്ല ബന്ധം എപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞ, അമ്മ ഞാൻ കുമ്പസാരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണ്ട, ഞാൻ അല്ലാതെ അമ്മയോടൊപ്പം വന്ന് പ്രാർത്ഥിച്ചോളാം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ 2023 ഏപ്രിൽ മാസം എനിക്ക് വളരെയധികം, അത് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ എനിക്ക് കടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ എനിക്ക് എന്നെ വിഷമിപ്പിച്ചവരോടൊന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാർത്ഥന അന്നൊന്നും ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഈ പ്രാർത്ഥന കൂടും, പ്രാർത്ഥിക്കും. അമ്മയുടെ കൃപാസനം ബുക്ക് എടുത്തിട്ട് ഈ പ്രാർത്ഥന എപ്പോഴും ചൊല്ലുമായിരുന്നു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ഇത് ചൊല്ലുമ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു സമാധാനമായിരുന്നു. പക്ഷെ എനിക്ക് ഇവരോടൊക്കെ ക്ഷമിക്കാൻ പറ്റി. ക്ഷമിക്കാനെന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് അവരോടൊക്കെ പൊറുക്കാനും അവരെയൊക്കെ സ്നേഹിക്കാനും പറ്റി. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ IELTS ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തു. പുറത്തേക്ക് നേഴ്സായിട്ട് പോകുന്നതിന് വേണ്ടി എനിക്ക് IELTS കിട്ടി. പക്ഷേ നമ്മൾ ഓരോ ഏജൻസിയിലും ചെല്ലുമ്പോൾ അവരൊരുപാട് ഏജൻസി ഫീസും അല്ലാതെയുള്ള വിസ പ്രോസസ്സിൻ്റെ ഫീ ഒക്കെ ഒരുപാട് വന്നപ്പോഴേക്കും എൻ്റെ ഒരു സാധാരണ കുടുംബമാണ്. അപ്പോൾ അത് പറ്റാതെ വന്ന് അതിനിടയിൽ അമ്മയ്ക്ക് സ്ട്രോക്കൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒട്ടും അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ IELTS കിട്ടിയിട്ടും ഇതൊന്നും പറ്റാതെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അമ്മേനെ നോക്കേണ്ട ഒരു ഇതിലേക്കൊക്കെ പോയി ഞാനത് വിട്ട്. അത് കഴിഞ്ഞ് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ്റെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണത്. അപ്പോൾ അന്ന് 218 പേരുണ്ടായിരുന്നതിൽ എനിക്കൊരു ഹോപ്പും ഇല്ലായിരുന്നു. കാരണം ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടുമെന്നൊന്നും. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്, ഈശോനോടും വിശുദ്ധരോടൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂക്ക് പങ്കെടുത്ത്. അപ്പോൾ ഞാൻ ഈ ഒരു കഴിഞ്ഞ ഡിസംബർ മാസമാണ് എനിക്ക് അതിൻ്റെ റിസൾട്ട് വന്നത്. അപ്പം അതിൽ എന്നെ സെലക്ട് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ അവരാകെ 20 പേരെ സെലക്ട് ചെയ്തുള്ളായിരുന്നു. പക്ഷേ ഞാൻ അവരോട് ചോദിച്ച്, ഇങ്ങനെ കുറച്ച് പേര് നമുക്ക് ഒരു 20 പേരെ അവരെടുത്തിട്ടുള്ളൂ, അപ്പോൾ കുറച്ച് പേരെ അവർ പെൻഡിങ്ങിൽ നിർത്തിയേക്കുവാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ടെൻഷനായി. കാരണം ഞാൻ എന്താണ് അല്ലെങ്കിൽ എത്രാമത്തെ ആണെന്നൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു, എൻ്റെ ഇതെങ്ങനെയാണ്, ഞാൻ എത്രാമത്തെ ആണെന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ജെറീനയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ജെറീനയുടെ പേരാണ് ഇവിടെ ആദ്യം കിടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് മാതാവ് തരാൻ വെച്ചിരുന്ന ആ ഒരു വലിയ അനുഗ്രഹം വേറെ ആർക്കും എടുത്ത് മാറ്റാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് എന്നെ നിർത്തിയത്. അത് കഴിഞ്ഞ് ഇതിനു വേണ്ടി നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്നെയും എൻ്റെ കുടുംബത്തിനെയും സഹായിക്കാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഒക്കെ ഇങ്ങോട്ടാണ് നമ്മളോട് ചോദിക്കുകയും. കാരണം ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലും, ഒരുപാട് ഇരുന്ന് കരയും. പക്ഷേ മാതാവ് ഇപ്പം വരെ എന്നെയും എൻ്റെ കുടുംബത്തിനെയും സംരക്ഷിച്ചു പോരുന്നത്. അതുപോലെ തന്നെ അപ്പം ഞാൻ ഇതിനിടയ്ക്ക് എക്സാം ഡേറ്റുകളൊക്കെ എടുത്തു, എക്സാം എഴുതി. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ സിമ്പിളായിട്ട് എഴുതണം. അപ്പോൾ നമുക്കൊരു ട്രയൽ പോലെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ 3-4 വട്ടം എഴുതി, കിട്ടുന്നില്ല. പക്ഷേ എക്സാം സുഖമാണ്, വരുമ്പോൾ ഞാൻ പറയും നല്ലതായിരുന്നു, പക്ഷെ കിട്ടുന്നില്ല. അപ്പോഴും ഞാൻ ഇവിടെ വന്നു, എല്ലാ മാസവും തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാനിവിടെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി കാശ് രൂപവും ഉപ്പും ഒക്കെ ആയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ നമുക്കൊരു സാധനവും നമുക്ക് കയറ്റാനൊന്നും പറ്റില്ല ഹോളിലേക്ക്. പക്ഷേ എനിക്ക് അത് പരീക്ഷ ഹോളിൽ കൊണ്ടുപോകാനും പ്രാർത്ഥിച്ച് എനിക്ക് പരീക്ഷ എഴുതാനൊക്കെ സഹായിച്ചു. കഴിഞ്ഞ ഡിസംബർ 3-നാണ് ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് കാശ് രൂപമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ആ ഡിസംബറിൽ എഴുതി റിസൾട്ട് വന്നപ്പോൾ ഞാൻ എക്സാം പാസ്സായി. അപ്പോഴും എനിക്ക് അമ്മയാണ് പറഞ്ഞിരുന്നത്, അമ്മ സാക്ഷ്യം പറഞ്ഞോളാം എന്നൊക്കെ.
അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ ഞാൻ സാക്ഷ്യം പറയും, ഞാൻ ഈ ഞങ്ങൾ 10 പേരാണ് ഒരു ടീമിൽ പോകുന്നത്. അപ്പം ഞാൻ പോകുമ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ട് പോവാമെന്ന്. പക്ഷേ ജനുവരിയിൽ, ഞാൻ ഡിസംബറിൽ എനിക്ക് പാസ്സായെങ്കിലും എനിക്ക് ജനുവരിയിൽ പോകാൻ പറ്റിയില്ല ആ ബാച്ചിൻ്റെ ഒപ്പം. അപ്പോൾ കാരണം ഞാനും വേറൊരു ചേച്ചിയും ബാക്കായിപ്പോയി. മീൻസ് 10 പേര് ഓൾറെഡി ഫില്ലായി. അപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ നിന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്തിട്ട് കുമ്പസാരി 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും, എന്നിട്ട് എന്താ എനിക്കിങ്ങനെ പറ്റിയ, ഇനി IELTS കിട്ടാഞ്ഞതുപോലെ ഇതിങ്ങനെ ആയിപ്പോവോ എന്ന്. അപ്പോഴാണ് ഇങ്ങനെ ഞാൻ പ്രാർത്ഥനയിൽ അച്ഛൻ്റെ ഇതിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നൊരു കാര്യം. ആർക്കും അറിയില്ലാത്തതൊന്നും ഞാൻ ആരോടും പറയാനും നിന്നിട്ടില്ല. പക്ഷേ അപ്പോൾ ഇനി എന്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനാണ്, കാരണം ഹോസ്പിറ്റലുകാർ കോൺട്രാക്റ്റ് അപ്പം ഞാൻ കടന്നു പോകുന്നതൊന്നും എനിക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല. കാരണം അമ്മ വിഷമിക്കും, അനിയൻ വിഷമിക്കും, അനിയത്തി. അപ്പോൾ എനിക്ക് ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഡേറ്റ് ഇട്ട് ഞാൻ ജൂലൈ 18-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ജൂലൈ 18, 2025 എന്ന് തന്നെ ഞാൻ ഇട്ട്. എനിക്ക് അതിന് മുമ്പ് എനിക്ക് ജർമ്മനിക്ക് പോകണം അമ്മേ, എനിക്കറിയില്ല, നീ സഞ്ചാരി മാതാവല്ലേ, എനിക്ക് നേടിത്തരാൻ പറ്റാത്തതൊന്നും നിൻ്റെ കയ്യിലില്ല, ഈശോ സമയമായിട്ടില്ലെന്ന് പറഞ്ഞിട്ടും അമ്മ ഇടപെട്ടതാണ്. അപ്പം എനിക്കിത് നേടി തന്നേ പറ്റുള്ളൂ, എനിക്ക് വേറെ മാർഗമൊന്നും എൻ്റെ മുമ്പിലില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ജൂണിലൊരു ഇൻടേക്ക് പറഞ്ഞു. പക്ഷേ ജൂണിലെ ഇൻടേക്കും അവർ മാറ്റി, കാരണം കുറച്ച് പേര് കൂടി ഇതിനു വേണ്ടി റെഡിയാവാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ഇടയ്ക്കാണ് അവർ പറഞ്ഞത് ജൂലൈ 7-ന്. അപ്പം എനിക്ക് അറിയാവുന്നവരോടോ അല്ല റിലേറ്റീവ്സിനോടൊക്കെ പറയാനൊരു പേടിയായി, കാരണം ഇതിനിയും മാറ്റിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ. എന്നാലും ഞാൻ ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണത് തുടർന്നുകൊണ്ടേയിരുന്നു. ഞാൻ ഈ വരുന്ന 7-ാം തീയതി ജർമ്മനിക്ക് പോവുകയാണ്. എൻ്റെ ബർത്ത്ഡേ ആണ് 18-ാം തീയതി. അപ്പം മാതാവിനോട് ഞാൻ ചോദിച്ച പോലെ ജൂലൈ 18, 2025 മുമ്പ് ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, അത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എനിക്ക് ആ ഒരു സമാധാനവും, കാരണം ഇതൊന്നും നമുക്ക് കടയിൽ പോയി വാങ്ങിക്കാൻ പറ്റില്ല. സമാധാനം, സന്തോഷം, നമ്മുടെ കൂടെ ആരുമില്ലാതിരിക്കുമ്പോൾ നമ്മൾ കടന്നുപോയ സാഹചര്യങ്ങൾ, ഇതൊക്കെ ഒന്നും നമുക്ക് ആരിൽ നിന്നും കിട്ടുന്നതല്ല. പക്ഷേ എനിക്ക് പ്രാർത്ഥന ചെല്ലുമ്പോഴും മാതാവിൻ്റെ അടുത്ത് ഇവിടെ വരുമ്പോഴും ഒക്കെ ഒത്തിരി ആശ്വാസം കിട്ടുമായിരുന്നു. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓൾഡ് ഏജ് ഹോമിലും പിന്നെ എനിക്ക് കുറച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ എനിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ചോറ് പൊതി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒരു 1.5 വർഷം മുമ്പ് തുടങ്ങിയതാണ് ഇങ്ങനെ ശരീരം നീര് വെച്ച് തുടങ്ങുമായിരുന്നു. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ മാതാവിൻ്റെ ഉപ്പ് പ്രാർത്ഥിച്ച് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് മാതാവിൻ്റെ ഉപ്പിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഉപയോഗിക്കുന്ന സമയത്തെല്ലാം എടുക്കുമായിരുന്നു. എനിക്കിപ്പോൾ ആ നീർവീക്കവും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ എനിക്ക് അലർജി ഉണ്ടായിരുന്നു. അതിപ്പോൾ ഏത് സാധനങ്ങളാണ്, അല്ലെങ്കിൽ എന്ത് വസ്തുക്കളാണ്, എന്ത് ഭക്ഷണമാണ് എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വരും. പക്ഷെ ഇപ്പം എനിക്ക് അതൊന്നുമില്ല. പിന്നെ ഞാൻ ബൈബിള് വായിക്കും. എല്ലാ ദിവസവും 1/2 മണിക്കൂർ ബൈബിള് വായിക്കും. ചിലപ്പോൾ അത് നീണ്ടു പോവും. പക്ഷേ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കങ്ങോട്ട് എല്ലാവരോടും ക്ഷമിക്കാനൊക്കെ ഒന്നും പറ്റണ ഒരിതല്ലായിരുന്നു. പെട്ടെന്ന് എനിക്ക് വിഷമം വരുമ്പോൾ എനിക്ക് ദേഷ്യം വരും. പക്ഷെ ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴും ബൈബിൾ വായിക്കുമ്പോഴൊക്കെ ഒരുപാട് കുറഞ്ഞ് ഇപ്പം തീരെ ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. പിന്നെ ഇവിടുന്ന് ഞങ്ങളുടെ ജൂനിയേഴ്സിനൊക്കെ ജർമ്മൻ പത്രമാണ് ഞാനൊരു സമയം കഴിഞ്ഞപ്പോൾ തൊട്ട് വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങിയത്.
അതോടൊപ്പം തന്നെ ഞാൻ ഈ മാതാവിൻ്റെ കാശ് രൂപം വാങ്ങിച്ച് ഒരുപാട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ വിഷമത അനുഭവിക്കണവർക്കും ഒക്കെ രോഗികളായിട്ടുള്ളവർക്കും ഒക്കെ ഞാൻ വിസിറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ ഈ കാശ് രൂപം വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുക്കും. എന്നിട്ട് യൂട്യൂബിൽ ഇത് എടുത്തു കൊടുത്തിട്ട് അവരോട് പ്രാർത്ഥന കൂടാൻ പറയും. അതുപോലെ നമ്മൾ ഈ ഹോസ്പിറ്റലുകാരായിട്ട് കോൺട്രാക്ട് ചെയ്ത സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ ജർമ്മൻകാരുമായിട്ട്, അപ്പോൾ നമുക്ക് നാട്ടിലുള്ള ഹോസ്പിറ്റലുകളിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീടുകളിലാണ് പോയി, കാരണം നമുക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ. പക്ഷെ ആ സമയത്തൊക്കെ ജാതിമതഭേദമന്യേ എനിക്ക് ഉടമ്പടി തൈലം ഇട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, ചിലർ കോമ സ്റ്റേജിലൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ ആ വീട്ടിൽ നിന്ന് പോരുന്ന സമയമാകുമ്പോൾ അവർ നടക്കാനും അവരുടെ അപ്പോഴുള്ള അസ്വസ്ഥതകളും ഒക്കെ മാറിയിട്ടുണ്ട്. അതെനിക്ക് പിന്നെയും ഈ വിശുദ്ധ ഇതിൽ തേനാണെങ്കിലും വിശുദ്ധ ഉടമ്പടി തൈലമാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് പിന്നെ എൻ്റെ വിശ്വാസം കൂടിയിട്ടേ ഉള്ളൂ. എന്നെ ഇത്രത്തോളം വഴി നടത്തിയ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.